ചുള്ളിപ്പറമ്പ് ആന അകാലത്തിൽ അസ്തമിച്ചിട്ട് 2 വർഷമായി ഇന്നേക്ക്. ഒരേപോലെ വീരനായിട്ടും വില്ലനായിട്ടും പുകഴ്ത്തിയും മികഴ്ത്തും ചെയ്യപ്പെട്ടിരുന്ന ഒരു ആനയായിരുന്നു. അതിന്റെ കൂട്ടുകൊമ്പ് പോലും അതിന് അത്രയും ഒരു അഴകായിരുന്നു. നാടനാനകളെ പോലും വെല്ലുന്ന രീതിയിലുള്ള ആ കൈയും ആ ചെവിയും ഒരു വല്ലാത്തൊരു ഐശ്വര്യം തന്നെയായിരുന്നു ആനയ്ക്ക്. ആനേനെ മുന്നിൽ നിന്ന് നോക്കണേക്ക് കൂടുതൽ സൈഡിൽ നിന്ന് നോക്കുമ്പോഴാണ് ശരിക്കും ആനയുടെ പ്രൗഢി, ആ ഒരു എടുപ്പ് പറയാൻ പറ്റുക. തലയെടുപ്പ് എന്ന് പറഞ്ഞാൽ ഇരിക്കസ്ഥാനത്ത് നിന്നും ഉയർന്നു നിൽക്കുന്ന തലക്കുന്നി, ഒരു സ്വാഭാവിക ഒരു നിലവ് എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. ഒരു ഭയങ്കര പ്രൗഢിയുള്ള ആനയായിരുന്നു. പക്ഷെ എന്തോ അതിനധികം ആയുസ് കൊടുത്തില്ല ദൈവം. മുറുക്ക സന്തോഷം നിൽക്കുന്ന കാലത്ത് ആന ഒരു അസല ആനയായിരുന്നു. ഒരു സുവർണ്ണ കാലഘട്ടം തന്നെ പറയാം ആനയുടെ. സന്തോഷേട്ടൻ്റെ എല്ലാ പച്ചമരുന്ന് കൂട്ടുകളും കാര്യം ചെയ്യുന്ന ആനയുടെ ഒന്നൊന്നൊരു ആനയായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാൻ, ആനയുടെ ദുർവിധി ആന തന്നെ സ്വയം എഴുതുകയായിരുന്നു. പിന്നീട് അങ്ങോട്ട് പിന്നെ ആന എന്താ പറയുക, നല്ലൊരു സമയത്ത് തന്നെ ഉദിച്ചു നിൽക്കുന്ന തേജസ്വരം നിൽക്കുന്ന സമയത്ത് തന്നെ ആന അസ്തമിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. അധികവും മത്സരപൂരങ്ങൾക്കും തലപ്പൊക്ക മത്സരങ്ങൾക്കുമുള്ള ആന എന്നാണ് അതിനെ കണക്കാക്കപ്പെട്ടിരുന്നത്. പക്ഷേ വളരെ സ്വാഭാവിക നിലവോടുകൂടിയ നല്ല എഴുന്നള്ളിപ്പിച്ചിട്ടുകൂടിയ പ്രൗഢിയോടെയുള്ള ഒരു ആനയായിരുന്നു. എന്തായാലും ആനയെ നമുക്ക് നഷ്ടപ്പെട്ടു. ആന കേരളത്തിന് ഒരു വലിയൊരു നഷ്ടം തന്നെ എന്ന് പറയാം. എല്ലാ ആനകളെയും പറയുന്ന പോലെ തന്നെ തീരെ നഷ്ടം എന്ന് പറഞ്ഞ് ഒതുക്കാനായിട്ട് കഴിയില്ലെങ്കിൽ കൂടി വലിയൊരു നഷ്ടമായിരുന്നു. ചുള്ളിപ്പറമ്പിന് കണ്ണീർ പ്രണാമം.